അപ്പൊ കോൺട്രാക്ടേഴ്സ് ഒന്നും ചിലപ്പോൾ ഇത് പറഞ്ഞൊന്നും വരില്ല. കാരണം കോൺട്രാക്ടേഴ്സ് അവർക്ക് മെയിൻ ആയിട്ട് അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ അത് കൺസ്ട്രക്ട് ചെയ്യുക, അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇതിന്റെ ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മളൊരു ഇന്റീരിയർ പ്രൊജക്റ്റ് ഒരു വില്ലയുടെയോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെയോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിൻ്റെയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ വീടിന്റെ അല്ലെങ്കിൽ ആ വില്ലയുടെ ഇലക്ട്രിക്കൽ വർക്കുകൾ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടുന്ന ഒരു ഇലക്ട്രിക്കൽ ലേഔട്ട് നമ്മൾ ചെയ്യാറ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രിക്കൽ ലേഔട്ട് ചെയ്തതിന് ശേഷം ഇന്റീരിയറിന്റെ വർക്കുകൾ നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് പറയുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആവശ്യകത, അത് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാം. എന്തൊക്കെ മിസ്റ്റേക്സ് നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ ലേഔട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാം. അപ്പൊ നമ്മളൊരു ആർക്കിടെക്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനർ ആണെന്നുണ്ടെങ്കിലും ഒരു വില്ല അല്ലെങ്കിൽ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന റിക്വയർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഡ്രോയിങ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് ഡ്രോയിങ്സ് ഏതൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ലേഔട്ട്, അതുപോലെ തന്നെ ഫർണിച്ചർ ലേഔട്ട്, ഇലക്ട്രിക്കൽ ലേഔട്ട്, ഫോൾ സീലിംഗ് ലേഔട്ട്, പിന്നെ ഡീറ്റെയിൽ ഡ്രോയിങ്സ്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഡ്രോയിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇന്റീരിയറിന്റെ പ്രൊജക്ട് ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ലേഔട്ട് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ലേഔട്ടാണ് ഒരു വീടിന്റെ ഇന്റീരിയർ ഫർണിച്ചർ ലേഔട്ട്. അപ്പൊ അതായത് ഒരു ഫർണിച്ചർ ലേഔട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് നമ്മൾ ചെയ്യാം. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഒരു ഇന്റീരിയർ ഫർണിച്ചർ ലേഔട്ട് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള നമ്മുടെ വില്ലയുടെ ഇന്റീരിയർ ലേഔട്ട് നമുക്ക് വരും. അപ്പൊ ഇതിൽ നമ്മൾ ഫോർമൽ ലിവിങ്ങിലാണെന്നുണ്ടെങ്കിലും ഡൈനിങ് ഏരിയയിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും വർക്ക് ഏരിയ ആണെങ്കിലും മാസ്റ്റർ ബെഡ്റൂമിലാണെങ്കിലും ഓരോ ഏരിയയിലും വരുന്ന ഫർണിച്ചേഴ്സ്, അതുപോലെ തന്നെ മോഡുലാർ ആയിട്ടുള്ള യൂണിറ്റ്സ്, ഓരോ ഏരിയയുടെ റിക്വയർമെന്റ് നമ്മൾ ആക്ച്വൽ മെഷർമെന്റിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ് ഫർണിച്ചർ ലേഔട്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഫോർമൽ ലിവിങ്ങിലാണെന്നുണ്ടെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, അതുപോലെ തന്നെ TV യൂണിറ്റ്, പിന്നെ ചെസ്റ്റ് ടേബിള്, ഡൈനിങ് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിള്, അതുപോലെ തന്നെ പൂജ ഏരിയ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അങ്ങനെ ആ ഒരു ഏരിയയിൽ വരുന്ന എല്ലാ ഫർണിച്ചേഴ്സും നമ്മൾ ഈ ഒരു ലേഔട്ടിൽ കൺസിഡർ ചെയ്യും. പിന്നെ നമ്മൾ കിച്ചണിന്റെ അവിടത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നമ്മൾ ഹുഡ് ആൻഡ് ഹോബിന്റെ പൊസിഷൻ, സിങ്കിന്റെ പൊസിഷൻ, റോളിംഗ് ഷട്ടറിന്റെ പൊസിഷൻ, ഫ്രിഡ്ജിന്റെ പൊസിഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ വർക്ക് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, അതുപോലെ തന്നെ സിംഗിൾ ബൗൾ ആയിട്ടുള്ള സിങ്ക്, വർക്ക് ഏരിയയിൽ വരുന്ന എല്ലാ യൂണിറ്റ്സും നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻവെർട്ടറിന്റെ പൊസിഷൻ, എവിടെയാണ് നമ്മൾ ഇൻവെർട്ടർ വെക്കുന്നത് എന്നുള്ളതിന്റെ പൊസിഷൻ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കിടക്കുകയാണെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിലെ ബെഡിന്റെ പൊസിഷൻ, അതുപോലെ തന്നെ സൈഡ് ടേബിളിന്റെ പൊസിഷൻ, അതുപോലെ തന്നെ AC പൊസിഷൻ, വാർഡ്രോബിന്റെ പൊസിഷൻ, ഡ്രസ്സിംഗ് ഏരിയയുടെ പൊസിഷൻ, അങ്ങനെ ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്ന എല്ലാവിധമായിട്ടുള്ള റിക്വയർമെന്റ്സും നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു ഡയഗ്രാമാണ്, ഒരു ലേഔട്ടാണ് ഇതിന്റെ ഫർണിച്ചർ ലേഔട്ട്. അപ്പൊ ഈ ഫർണിച്ചർ ലേഔട്ടിനെ ബേസ് ചെയ്ത് നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഫർണിച്ചേഴ്സിന്റെ മെഷർമെന്റ് കഴിഞ്ഞ് ബാക്കി വരുന്ന ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള സ്വിച്ച് പോയിന്റ്സ്, അതുപോലെ തന്നെ പവർ സോക്കറ്റ്സ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഫർണിച്ചർ ലേഔട്ട് ചെയ്ത് നമ്മളൊരു ഇലക്ട്രിക്കൽ ലേഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് നമുക്ക് കിട്ടുകയും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ലേഔട്ട് ചെയ്ത് നമ്മൾ സൈറ്റിൽ ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുമ്പോൾ ക്ലയന്റിനാണെന്നുണ്ടെങ്കിലും ഡിസൈനർക്കാണെന്നുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർക്കാണെന്നുണ്ടെങ്കിലും അതിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലും റീവർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പ്ലാനിങ്ങോട് കൂടിയിട്ടല്ലാതെ ജസ്റ്റ് കോൺട്രാക്ടറുടെ അടുത്ത് പറഞ്ഞ് അവരുടേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് അവര് ഇലക്ട്രിക്കലിന്റെ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ലൈറ്റിങ്ങും അതുപോലെ തന്നെ അപ്ലയൻസസിന്റെ ഒക്കെ ഓപ്ഷൻസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടത്തേക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പോയിന്റ്സുകളോ വയറിങ്ങോ ഒന്നും തന്നെ ചിലപ്പോൾ അവിടെ ഈ വർക്കേഴ്സ് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഇല്ലാതെ അവർക്കും അത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ വരുന്ന ഓരോ പോയിന്റ്സും ഫങ്ഷനബിൾ ആയിട്ടും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാം. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഇലക്ട്രിക്കൽ ലേഔട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ വില്ലയുടെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഇലക്ട്രിക്കൽ ലേഔട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഇലക്ട്രിക്കൽ ലേഔട്ട് വരുന്നത്. അപ്പൊ ഇതില് ഏറ്റവും തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ലെജൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലെജൻഡിൽ നമ്മൾ ഇലക്ട്രിക്കൽ ലേഔട്ടിൽ നമ്മൾ കൊടുത്തിട്ട എല്ലാ പോയിന്റ്സിന്റെയും സിംബൽസും അതുപോലെ തന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ സിംബൽസും എന്തിനെയാണ്
ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഇലക്ട്രിക്കൽ വർക്കേഴ്സിനെ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൽ സീലിംഗ് ഫാൻ ആണെങ്കിലും സീലിംഗ് ലൈറ്റ്സ് ആണെങ്കിലും വാൾ ബ്രാക്കറ്റ് പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിലും മിറർ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഓരോ സ്വിച്ചിൻ്റെ ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിലും സോക്കറ്റിൻ്റെ ഡീറ്റെയിൽ ആണെങ്കിലും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ട്രിക്കൽ ലേഔട്ടിൽ നമ്മൾ ഇതിൻ്റെ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്റ്റീരിയർ ലൈറ്റ് ഉൾപ്പെടെ ഇൻറ്റീരിയറിൽ വരുന്ന ഓരോ ചെറിയ ലൈറ്റ് പോയിന്റ്സ് വരെ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോർമൽ ലിവിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വരുന്ന ഫോൾ സീലിങ്ങിൻ്റെ ലൈറ്റുകൾ, അതുപോലെ തന്നെ ട്രാക്ക് ലൈറ്റുകൾ, അതുപോലെ തന്നെ TV ഏരിയയുടെ അവിടെ നമുക്ക് വരുന്ന പോയിന്റ്സുകൾ, LED സ്ട്രിപ്പ് ലൈറ്റിൻ്റെ പോയിന്റ്സുകൾ, കൺസീൽഡ് ആയിട്ട് വരുന്ന സ്വിച്ച് സോക്കറ്റുകൾ, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിലും നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള റീവർക്കും ഇതിൽ വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ശരിക്കും പറഞ്ഞാൽ റീവർക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ സമയവും നഷ്ടപ്പെടും, അതുപോലെ തന്നെ നമ്മുടെ പൈസയും അനാവശ്യമായിട്ട് അവിടെ ഇറങ്ങിപ്പോകും. ഇപ്പം നമ്മൾ ഫുൾ വർക്ക് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഏരിയയിലേക്ക് ഒരു പോയിന്റ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ആ വയർ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ വോള് കാര്യങ്ങൾ കട്ട് ചെയ്ത് പിന്നെയും നമ്മൾ അതിലൂടെ പൈപ്പിങ്ങും കോൺഡ്യൂട്ടും കൊടുത്ത് പിന്നെയും പ്ലാസ്റ്ററിങ്ങും ഒക്കെ ചെയ്ത് എത്രയോ സമയവും നമുക്കത് നഷ്ടപ്പെടും, അതുപോലെ തന്നെ നമ്മുടെ പൈസയും അതിൽ അനാവശ്യമായിട്ട് ഇറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ലേഔട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കുറേ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കാര്യങ്ങൾ നമുക്ക് കൺസ്ട്രക്ഷൻ്റെ ടൈമിലുള്ളത് നമുക്ക് അവോയ്ഡ് ചെയ്യാനും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ലേഔട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വീട് പണിയുന്നവർ ആണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം റിനോവേഷൻ ആണെങ്കിൽ കൂടിയിട്ടും ഇലക്ട്രിക്കലിൻ്റെ ലേഔട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇൻറ്റീരിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കോൺട്രാക്ടേഴ്സ് ഒന്നും ചിലപ്പോൾ ഇത് പറഞ്ഞൊന്നും വരില്ല, കാരണം കോൺട്രാക്ടേഴ്സ് അവർക്ക് മെയിനായിട്ട് അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ അത് കൺസ്ട്രക്ട് ചെയ്യുക, അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെ ഇൻറ്റീരിയർ ലേഔട്ടിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ലേഔട്ടിനെ പറ്റിയിട്ടൊന്നും ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു ഒന്നുമില്ല. അവർ ഏതെങ്കിലും ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് അവർ ചെയ്തോളും എന്നുള്ള രീതിയിൽ അവർ മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെ എക്സ്പീരിയൻസിലേക്ക് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പുതിയതായിട്ട് ഒരു നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യാൻ പ്ലാൻ ചെയ്ത ഒരു വീട് ചിലപ്പോൾ അവർ ഇലക്ട്രിക്കല് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് അതിൻ്റെ പോയിന്റ്സ് കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റത്തെ കേസ് നമ്മൾ ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ വർക്കിനോട് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ ഡിസൈനിൻ്റെ കാര്യങ്ങളെ കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡിസൈൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഡിസൈനിൻ്റെ അവിടത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും റീവർക്ക് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കുറേ പൈസയും കാര്യങ്ങളൊക്കെ അതിൽ വീണ്ടും ഇൻവെസ്റ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഇലക്ട്രിക്കൽ ലേഔട്ട് മസ്റ്റായിട്ടും പുതിയതായിട്ട് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ഡിസൈനായിട്ട് കാണാം. അതുവരേക്കും ബൈ.